പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകുറുകുറുകി പാടും തക്കച്ചിയമ്മേ, തുരുതുറ മഴയിൽ പാടി ആടിവാ. തീവണ്ടിയിൽ അധികം യാത്ര ചെയ്തിട്ടില്ല. അതിനാൽ യാത്ര നന്നായി ആസ്വദിക്കണം. നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ. നേരത്തെ ഉണരണം. എനിക്ക് ട്രെയിൻ യാത്ര ബോറാ. അതെന്താ, കയറി മടുത്തോ? ഹേ, ഞാൻ കയറിയിട്ടേ ഇല്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? കണക്കിന് ഞാൻ ജയിക്കുമെന്ന് വിചാരിക്കും. അതുപോലെ ഇത് ബോറാന്ന് വിചാരിച്ച രസമായാലോ? കാഞ്ഞ ബുദ്ധി. തിരുവനന്തപുരം വരെയുണ്ട് ട്രെയിൻ. ഹായ്, നല്ല രസമായിരിക്കും. എല്ലാവരും ഉള്ളതിനാൽ തകർക്കും. ആന്റി, പഴമുണ്ടെങ്കിൽ ഒരെണ്ണം, അല്ലെങ്കിൽ പഴം എന്ന് വിചാരിക്കും. ഒന്നല്ല, 2 എണ്ണം ഇതാ. സ്വർഗരാജ്യം ആന്റിക്കുള്ളതാവുന്നു. അതെന്താ? ഒരു പഴം ചോദിച്ചപ്പോ 2 എണ്ണം തന്നു, അതാ. അപ്പൊ നമുക്ക് നാളത്തേക്കുള്ള ഒരുക്കം നടത്താം. യെസ് ബ്രോ, നാളെ രാവിലെ 7 മണിക്ക് കാണാം. ബൈ ബൈ. വീടിന്റെ മുറ്റത്ത്. അതെന്തായിരുന്നടാവേ? എന്തോന്ന്? വീടിന്റെ മുറ്റത്ത് എന്തോ നട്ടില്ലേ? മണ്ടൻ ചോപ്പാ, ഉറങ്ങിക്കോ. പാവം കുട്ടികൾ. ഒരു അവധി ദിവസം കിട്ടിയാൽ അവർ പാടത്ത് പണിയണം. നമ്മളെപ്പോലെ ഒരു വിനോദയാത്ര അവർക്കില്ല. ശരിയാ. ഇതാ നോക്കിയേ, ഒരു പണിയും ചെയ്യാതിരിക്കുന്നത്. തിന്നുറങ്ങുന്ന ആളെ ഞാൻ ആദ്യം കാണുക. ഈശോ, തിരുവനന്തപുരം എത്തിയോ? ഇല്ല, ജപ്പാൻ കഴിഞ്ഞതേ ഉള്ളൂ. ഏട്ടന്മാരെ, ഞങ്ങൾക്ക് പണം വേണ്ട. ജോണി, ഞാൻ വലിയൊരു ദൂർത്തനാണല്ലേ. പണം തന്നാൽ എന്താണ് കൂട്ടുകാരെ പ്രശ്നം? ഞാൻ അരുൺ, ഇതെന്റെ അനിയത്തി ചാരു. പണം മുതിർന്ന ആൾക്കാർ മേടിക്കും. ഞങ്ങളെ ഇവിടെ ധർമ്മം ചോദിക്കാൻ വിട്ടവർ ദുഷ്ടരാ. ആദ്യം കഴിക്ക്, എന്നിട്ട് ബാക്കി. നിങ്ങളെ ദൈവം കാക്കും. ഇനി നിങ്ങൾ പറ, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിയത്? അതൊരു കഥയാ. ഞങ്ങൾക്ക് പലതും ഓർമ്മയില്ല. പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും മുഖം ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ചെറിയ വീടും. അരുൺ, ഇവളെ നോക്കി ഇവിടെ ഇരുന്നോ.
ഇതുകൊണ്ട് കളിച്ചോട്ടോ. ഞാൻ പോയി പാല് തിളപ്പിച്ചിട്ട് വേഗം വരാം. ഇവിടെ ഇരുന്ന് കളിച്ചോ, അമ്മ ഇപ്പൊ പാലുമായി വരാം. ആ വാക്കുകൾ മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുക, പിന്നെ കൊടിയ പീഡനങ്ങൾ, ഭിക്ഷയാചിക്കൽ, എല്ലാം മറവിയിലേക്ക്. ഇടയ്ക്ക് അമ്മയുടെയും അച്ഛന്റെയും മുഖം ഓർമ്മിക്കും. പാലുമായി കാത്തിരിക്കുന്ന അമ്മ. സാരമില്ല, ഇത് ഞങ്ങളുടെ നിയോഗം. നിങ്ങൾ പെരിയ ഭാഗ്യശാലികൾ. നിങ്ങൾക്ക് അമ്മ, അപ്പ, നല്ല ഭക്ഷണം, ഉടുപ്പ്, വിനോദയാത്ര എല്ലാം ഉണ്ടല്ലോ. ജോണി, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇവർ രക്ഷപ്പെടും. നമ്മൾ എന്തു ചെയ്യും? ഇല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യും. നമ്മൾ ചെയ്യണം. പൊടിക്കളം പറഞ്ഞ സംഭവം ഓർക്ക്. ഞാനത് മറന്നു. ഒന്നുകൂടി പറ. പറയാം, ശ്രദ്ധിച്ച് കേക്ക്. എല്ലാവരോടും പറയാം ആ സംഭവം. നമുക്ക് എല്ലാവരുടെയും സഹായം വേണം. പൊടിക്കളത്തിന്റെ വകയിൽ ഒരു അമ്മാവന്റെ മകൻ, ഒരു കുട്ടിക്കൊമ്പൻ, മഹാകുസൃതിയായിരുന്നു. മോനെ സൂക്ഷിക്കണം. മനുഷ്യരുടെ ഗന്ധമുണ്ട്. അടുത്ത് എവിടെയോ അവരുണ്ട്. അതെ, അവരടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യരുടെ ഗന്ധം. മനുഷ്യൻ എനിക്ക് പുല്ലാണ്. ഞാൻ ചവിട്ടി കൂട്ടും. ഇവനൊരു ഗജവീരനാകും. അതെ അതെ. മോൻ പോയിട്ട് കുറേ നേരമായി. ഞങ്ങൾ നോക്കി വരാം. കേട്ടോളൂ, കുട്ടിക്കൊമ്പനെ മനുഷ്യൻ കുഴിയിൽപ്പെടുത്തി പിടിച്ചു. അവൻ അലറിക്കരയുന്നു. അവർ അവരെ വടമിട്ടു വരിഞ്ഞു. കൂട്ടരെ, കാട്ടാനയെ നാട്ടിലെത്തിച്ച പിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. എന്റെ മോൻ, അയ്യോ. ഉടനെ തന്നെ നമ്മുടെ എല്ലാ കരിവീരന്മാരെയും വിവരമറിയിക്കും. അങ്ങനെ അവർ കാട്ടിലെ കാട്ടാന കൂട്ടം വിളിച്ചു ചേർത്തു. അവരെ സഹായിക്കാൻ കുറെ കുരങ്ങന്മാരും. എന്നിട്ടല്ലേ കളി. കുറുന്തോട്ടിക്കാട് കടന്നു വേണം നാട്ടിലേക്കുള്ള വഴി കയറാൻ. അതിനു മുമ്പ് അവരെ പിടിക്കണം. പക്ഷെ അവരുടെ കൈവശം തോക്കുണ്ടാവും. സൂക്ഷിക്കണം. തോക്ക് ഞങ്ങൾക്ക് വിടെ. കുറുന്തോട്ടിക്കാട്ടിൽ വലിയൊരു പാറയുണ്ട്. അതിൽ അവർ വിശ്രമിക്കും. ആ സമയത്ത് തോക്ക് ഞങ്ങൾ അടിച്ചു മാറ്റും. പോരല്ലോ, കുട്ടിക്കൊമ്പന് വരിഞ്ഞു പിടിച്ചിരിക്കുന്നത് നാട്ടിലെ അഭ്യാസങ്ങൾ മുഴുവൻ പഠിച്ച 2 നാട്ടാനുകളായിരിക്കും. അവർക്ക് 2 ചക്ക ഞങ്ങൾ ഇട്ടുകൊടുക്കും. ഒരു ചക്ക പ്ലസ് ആന സമം പട്ടൻ. ഊതല്ലേ. ചെമ്മി, ഞങ്ങൾ ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ തുടങ്ങണം. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ കുട്ടിക്കൊമ്പൻ റെഡി. ഒന്ന് സൂക്ഷിക്കണം, മനുഷ്യരുടെ കയ്യിൽ തോക്ക്. അത് ഞങ്ങൾ റെഡി. എന്നിട്ടോ? ആനക്കൂട്ടം തകർത്തു. എങ്ങനെ? അങ്ങനെ. നല്ല ലക്ഷണമൊത്ത കൊമ്പൻ.
ഹായ് ചക്കകൾ. അയ്യോ, ഓക്ക് കുരങ്ങുകൾ വെള്ളച്ചാട്ടത്തിലിട്ടു. അയ്യോ, ഇനി എന്ത് ചെയ്യും? അച്ഛാ, അമ്മേ, അമ്മാവാ, ഞാൻ പേടിച്ചു. അച്ഛാ, അമ്മ, അമ്മാവ, അമ്മായി, ഞങ്ങളെ കൂടെ കൂടുതൽ കൂട്ടോ. കൂട്ടത്തെ അങ്ങനെ ഞാനിത് പറഞ്ഞതിനൊരു കാര്യമുണ്ട്. മനസ്സിലായി. ആനക്കൂട്ടം കുട്ടിയാനയെ രക്ഷിച്ച പോലെ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ആ കുട്ടികളെ നമുക്ക് രക്ഷിക്കാം. നമുക്ക് അവരെ ട്രെയിനിൽ നിന്ന് പുറത്ത് കടത്തണം. അതിന് മാർഗമുണ്ട്. നമുക്കിവരെ നമ്മുടെ കൂട്ടത്തിൽ നടുവിൽ നിർത്താം. എന്നിട്ട് ഒരുമിച്ചിറങ്ങാം. അപ്പോ ആരും തിരിച്ചറിയില്ല. നിങ്ങൾ മിടുക്കർ. നിങ്ങളെ അഭിനന്ദിക്കാതെ വയ്യ. നമ്മൾ തിരികെ പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകും. നിയമ നടപടികൾക്ക് ശേഷം നമുക്ക് ഇവരുടെ നാട് കണ്ടുപിടിക്കണം. അതാണ് ഇനിയുള്ള പാട്. സാരമില്ല, പോലീസ്, മാധ്യമങ്ങൾ എല്ലാം നമ്മെ സഹായിക്കും. നമ്മളത് കണ്ടെത്തും, ഉറപ്പ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരേ സ്കൂളിൽ. ചാവറയച്ചൻ പറഞ്ഞത് ദൈവം സൂക്ഷിക്കാൻ മാതാപിതാക്കളെ ഏൽപ്പിച്ച നിധികളാണ് മക്കൾ. കൂട്ടുകാരെ, ഇത് ശുഭകരമായ ഒരു യാത്രയായിരുന്നു. നമ്മുടെ ഒരു നല്ല പ്രവൃത്തി നമ്മളെ പോലുള്ള 2 കുട്ടികൾക്ക് പൊതുജീവനം നൽകി. നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ദൃഷ്ടിയിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാം. അനാഥത്വം ദുഃഖകരമാണ്. അപകടങ്ങളിൽ പെടാതിരിക്കാൻ കണ്ണു തുറന്നു പിടിക്കാം. മാതാപിതാക്കളെ ഓർക്കുക. നിങ്ങൾ സൂക്ഷിക്കാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച നിധികളാണ് ഞങ്ങൾ. എനിക്ക് സന്തോഷം വരുന്നു. ഒരു പഴംപൂരി ഉണ്ടോ എടുക്കാൻ? പഴംപൊരി ചോപ്പാ, നേതാവെ ധീരതയോടെ നയിച്ചോളൂ. ജോണി